ഇന്ത്യ പാകിസ്ഥാൻ 2020 ലോകകപ്പ് കൂടി വിലയിരുത്തേണ്ടതുണ്ട്. യെസ്, ഇന്ത്യ ഏതായാലും ഇപ്പോൾ തൊട്ട് മുമ്പ് ഒരു വിക്കറ്റ് കൂടി വേണ്ടിയിട്ടുണ്ട്. അതായത് ഒരു ഷോ ആയിരുന്നു, ഇഷാൻ കിഷൻ്റെ ഷോ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. കാരണം 38 പന്തിൽ 40 പന്തിൽ 77 റൺസ് എടുത്താണ് ഇഷാൻ കിഷൻ പുറത്തായത്. ഒന്ന് ഓർക്കേണ്ടത് 11 റൺസ് കൂട്ടുകെട്ട് മാത്രമാണ് ഇതുവരെ തിലക് വർമ്മയ്ക്ക് 11 റൺസ് മാത്രമാണ് എടുക്കാനായത്. അതായത് ആകെ കൂട്ടുകെട്ട് 87, അതിൽ 77 അടിച്ചത് ഇഷാൻ കിഷനാണ്. തിലക് വർമ്മ ശരിക്കും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനപ്പുറം വേറൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷേ ഇഷാൻ കിഷൻ പുറത്തായി. കാരണം ഇഷാൻ കുറച്ച് അഗ്രസീവായി തന്നെയാണ് കളിച്ചത്. പുറത്താകേണ്ട സമയം ആയി എന്ന് വേണമെങ്കിലും പറയാം. കാരണം നല്ലൊരു സ്കോറിലേക്ക് ഭാരതത്തെ എത്തിച്ച ശേഷമാണ് പുറത്താകുന്നത്. 8.4 പന്തിൽ 88-ന് 2 വിക്കറ്റ്. അതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ സ്കോർ. മികച്ച പ്രകടനമാണ്. നമുക്ക് പ്രതീക്ഷ വാനോളമുണ്ട്. കാര്യം ഇനിയും 7ാമത് ഇറങ്ങുന്നതും 8ാമത് ഇറങ്ങുന്നതും അക്സർ പട്ടേലാണ്. അപ്പോൾ ഒരു ഡീപ്പ് ബാറ്റിംഗ് ഓർഡർ നമുക്കുണ്ട്. അതിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്.